ശ്രീ പഞ്ചമുഖി ഹനുമാൻ ഭഗവാൻ ഹനുമാന്റെ താന്ത്രിക പ്രതിനിധാനമാണെന്ന് വിശ്വസിക്കപ്പെടുന്നു. ശ്രീ പഞ്ചമുഖി ഹനുമാന്റെ ഉത്ഭവം രാമായണത്തിലെ ഒരു കഥയിൽ പ്രസ്താവിച്ചിട്ടുണ്ട്. രാമായണ യുദ്ധ കാലഘട്ടത്തിൽ ശക്തനായ രാക്ഷസനും കറുപ്പിന്റെ മാന്ത്രികനും ഇരുണ്ട കലയുടെ അഭ്യാസിയുമായ അഹിരാവണനെ വധിക്കുവാൻ ഹനുമാൻ പഞ്ചമുഖി അഥവാ പഞ്ചമുഖ രൂപം സ്വീകരിച്ചു. രാമായണത്തിൽ രാമനും രാവണനും തമ്മിലുള്ള യുദ്ധത്തിൽ മേഘനാഥൻ എന്ന ഇന്ദ്രജിത്ത് കൊല്ലപ്പെട്ടപ്പോൾ രാവണൻ തന്റെ സഹോദരനായ അഹിരാവണനെ സഹായത്തിന് വിളിച്ചു. അഹിരാവണൻ മഹിരാവണൻ എന്നും അറിയപ്പെടുന്നുണ്ട്. പാതാളത്തിന്റെ അധിപതിയായ മഹിരാവണൻ തന്റെ സഹോദരന്റെ സഹായാഭ്യർത്ഥന അംഗീകരിക്കുന്നു. രാവണന്റെ മറ്റൊരു സഹോദരനായ വിഭീഷണൻ എങ്ങനെയോ ഈ ഗൂഢാലോചനയെക്കുറിച്ചുള്ള വിവരങ്ങൾ അറിയുകയും രാമാദികൾക്ക് അദ്ദേഹം മുന്നറിയിപ്പ് നൽകുകയും ചെയ്തു. രാമനും ലക്ഷ്മണനും വിശ്രമിക്കുന്ന കൂടാരത്തിലേക്ക് ആരെയും പ്രവേശിപ്പിക്കരുതെന്ന് നിർദ്ദേശിച്ച് കവാടത്തിൽ വിഭീഷണൻ ഹനുമാനെ കാവൽ നിർത്തുകയും ചെയ്തു. രാമനെതിരെ കുതന്ത്രങ്ങൾ പ്രയോഗിക്കുവാൻ വേണ്ടി അദ്ദേഹത്തിന്റെ അടുക്കലെത്തുവാൻ മഹിരാവണൻ പദ്ധതികൾ തയ്യാറാക്കി. പക്ഷേ രാക്ഷസൻ രാമന്റെ അറയിൽ പ്രവേശിക്കാൻ പല ശ്രമങ്ങളും നടത്തിയെങ്കിലും അവയെല്ലാം കാവൽ നിന്ന ഹനുമാൻ തടഞ്ഞു. കറുത്ത മന്ത്രവാദത്തിൽ അഗ്രഗണ്യനായ മഹിരാവണൻ ഒടുവിൽ വിഭീഷണന്റെ രൂപം സ്വീകരിക്കുകയും രാമന്റെ അറയുടെ പ്രവേശന കവാടത്തെ സമീപിച്ചപ്പോൾ ലവലേശം പോലും സംശയം പ്രകടിപ്പിക്കാതെ ഹനുമാൻ അകത്തേക്കുള്ള പ്രവേശനാനുമതി നൽകുകയും ചെയ്തു. മഹിരാവണൻ കവാടത്തിനകത്ത് പ്രവേശിച്ച് ഉറങ്ങിക്കിടന്നിരുന്ന രാമനെയും ലക്ഷ്മണനെയും കൊണ്ടുപോകുന്നു.